വിജയ് ഫാൻസിനൊക്കെ വളരെ സങ്കടം നിറഞ്ഞൊരു ന്യൂസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ന്യൂസ് ഇതാണ്: വിജയ് അഭിനയം നിർത്താൻ പോവുകയാണ്, പുള്ളി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് എന്നൊക്കെയാണ് ന്യൂസ്. അത് ഏകദേശം ഉറപ്പായ മട്ടാണ്. ഏകദേശം ഉറപ്പായി. പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ പുള്ളി ഇന്നലെ തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴക വെട്രി കഴകം എന്നാണ് പുള്ളിയുടെ പാർട്ടിയുടെ പേര്. 2026 ഇലക്ഷന് തമിഴ്നാട്ടിൽ മത്സരിക്കാൻ വേണ്ടിയാണ് പുള്ളി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയത്. നമ്മുടെ വിജയുടെ തന്നെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് പൊളിറ്റിക്സിൽ ഇറങ്ങുക എന്നൊക്കെ. നമ്മുടെ വിജയ് സിനിമ അഭിനയം നിർത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ പുള്ളി തന്നെ ഒരു പോസ്റ്റർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2026 ഇലക്ഷനോട് സംബന്ധിച്ച് തൻ്റെ മുഴുവൻ സമയവും പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയാണ് സിനിമ അഭിനയം നിർത്തുന്നത്. എന്തായാലും എല്ലാ വിജയ് ആരാധകർക്കും എനിക്കും അടക്കം വളരെ സങ്കടം നിറഞ്ഞൊരു വാർത്തയായിരുന്നു അത്. റിപ്പോർട്ട്സ് പ്രകാരം പറയുന്നത് തളപതി 69 ആയിരിക്കും വിജയുടെ അവസാനത്തെ സിനിമ എന്നതാണ്. അപ്പോൾ ഇനി ലിയോ 2 ഉണ്ടാവുകയില്ലേ? LCUയിൽ ഇനി വിജയുടെ സിനിമകൾ ഉണ്ടാവുകയില്ലേ? ഇനി ഖൈദി 2ൽ ക്യാമിയോ, വിക്രം 3ലെ ക്യാമിയോ ഒന്നും ഇനി ഉണ്ടാവുകയില്ലേ എന്നിങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ തരംഗമായിരിക്കുന്നത്. നമുക്ക് കിട്ടിയ കുറച്ച് അറിവ് പ്രകാരം 2026 ആ ഒരു ഇലക്ഷൻ നടക്കുക. അപ്പോൾ 2026 മാത്രം ചിലപ്പോൾ വിജയ് സിനിമകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. 2024, അതായത് ഈ വർഷം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയും 2025 തളപതി 69 കൂടി പുള്ളി കംപ്ലീറ്റ് ചെയ്താൽ 2026 സിനിമകളൊന്നും കമ്മിറ്റഡ് ചെയ്യാതെ പുള്ളി ഫ്രീ ആയി മുഴുവൻ സമയം പൊളിറ്റിക്സിന് വേണ്ടി ചെലവഴിക്കും. എന്നാൽ ഇവിടെ പ്രശ്നമായി നിൽക്കുന്നത് ലിയോ 2 തന്നെയാണ്. 2026 ലിയോ 2 സ്റ്റാർട്ട് ആവുക എന്ന് ലോകേഷ് കനകരാജ് തൻ്റെ ഇൻ്റർവ്യൂവിലൂടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. മേ ബി അത് വിജയോട് കൂടി സംസാരിച്ചിട്ടായിരിക്കും ആ ഒരു ഡിസിഷൻ ലോകേഷും വിജയും കൂടി എടുത്തതായിരിക്കാം. 2026 മേ ബി ഒരു ബ്രേക്ക് എടുത്തിട്ട് 2027 ചിലപ്പോൾ ലിയോ 2 സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. പക്ഷേ അഭിനയം നിർത്തുമെന്നൊന്നും പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല. അത് വെറും റൂമേഴ്സ് മാത്രമാണ്. എന്തായാലും അഭിനയം നിർത്താനൊന്നും ഒരു സാധ്യതയും ഇല്ല. കാരണം ഇനി കമ്മിറ്റ് ചെയ്യാനുള്ളത് ബിഗ് മൂവീസുകളാണ്. ലിയോ 2, തുപ്പാക്കി 2, പിന്നെ നമ്മുടെ അറ്റ്ലി SRK വിജയ് കോംബോ, അങ്ങനെ കുറേ സിനിമകൾ ഇനി വരാൻ കിടക്കുന്നുണ്ട്. ഖൈദി 2ലെയും വിക്രം 3ലെയും ഒക്കെ ലിയോ ആയിട്ടൊരു ക്യാമിയോയും ചിലപ്പോൾ വിജയ് നടത്തും. എന്നാൽ 2026 വിജയ് സിനിമകൾ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അത് വിജയ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തൊരു കാര്യമാണ്. എനിക്ക് കിട്ടിയ ഒരു ന്യൂസ് പ്രകാരം പുള്ളി അഭിനയം നിർത്താനൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ്. 2027 മേ ബി തളപതി 70-71 ഒരുമിച്ചൊക്കെ വരാനുള്ളൊരു സാധ്യതയും ഉണ്ട്. എന്തായാലും തളപതി 69 ഒന്നും ആയിരിക്കില്ല വിജയുടെ അവസാനത്തെ മൂവി. തമിഴ്നാട് ഇലക്ഷന് ശേഷം പുള്ളിയുടെ ഒരു മാസ് കംബാക്ക് ഒക്കെ ഉണ്ടാവും 2027. മേ ബി അത് ലിയോ 2 ആണെങ്കിൽ അതൊരു ഗംഭീര കംബാക്ക് തന്നെയായിരിക്കും. LCUയിൽ നിന്നും വിജയ് പോകാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നു. 2024 അവസാനമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ രജനികാന്തിൻ്റെ തലയോർ 171 ഷൂട്ടിംഗ് ഒക്കെ കഴിയും. ലോകേഷ് കനകരാജ് തന്നെയാണല്ലോ അത് സംവിധാനം ചെയ്യുന്നത്. അത് LCU അല്ല എന്ന് കൺഫേം ആണ്. അത് കഴിഞ്ഞിട്ടാണ് LCUയിലെ മോസ്റ്റ് അവൈറ്റഡ് മൂവിയായ ഖൈദി 2 വരിക. അതിലെന്തായാലും ലിയോൻ്റെ ഒരു ക്യാമിയൊക്കെ മിക്കതും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 2026 വിജയ് സിനിമകളൊന്നും ഉണ്ടാവുകയില്ല എന്ന കൺഫേം ആയ സ്ഥിതിക്ക് 2026 തന്നെയായിരിക്കും ലോകേഷും ടീമും ഖൈദി 2 റിലീസ് ചെയ്യാനുള്ള പ്ലാൻ. അതിനുശേഷം ലിയോ 2നുള്ള സ്ക്രിപ്റ്റൊക്കെ റെഡിയായി ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങാൻ ചാൻസ് ഉണ്ട് 2027. അങ്ങനെയാണെങ്കിൽ വിജയും ലോകേഷും നിൽക്കുന്ന അടുത്ത പടം തളപതി 70. നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ തളപതി 70 ആയിരിക്കും. അപ്പോൾ ലിയോ 2 രജനികാന്ത് ക്യാമിയോയിലെത്തുന്ന ഒരു മാസ് എൻ്റർടൈനിങ് ചിത്രമാണ് ലാൽ സലാം. ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. റിലീസ് ഡേറ്റ് അപ്ഡേറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഫെബ്രുവരി 9 ചിത്രം റിലീസ് എത്തുക. ഇത് കൺഫേം ചെയ്യാനുള്ള പോസ്റ്ററൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങും. ഇതിൽ അഭിനയമൊന്നും നിർത്താൻ സാധ്യതയില്ല. 2026 സിനിമയൊന്നും ഉണ്ടാവുകയില്ല എങ്കിലും 2027 ഒരു മികച്ചൊരു കംബാക്ക് പുള്ളി നടത്തും. ഈ ഒരു കാര്യമുണ്ട്, 2026 വിജയ് നായകനായിട്ടൊരു സിനിമ ഉണ്ടാവുകയില്ലെങ്കിലും ക്യാമിയോ ആയിട്ട് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. 2026 ചിലപ്പോൾ ഖൈദി 2 റിലീസ്. അത് 2026 തന്നെയാണ്. ചിലപ്പോൾ അതിൽ ലിയോ ആയൊരു ക്യാമിയോ നടത്താൻ സാധ്യതയുണ്ട്. എന്തായാലും കാത്തിരിക്കാം ഗൈസ്.